നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു അന്ത്യ പുനരുത്ഥാനം നടത്തുന്നവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യവും 28-ാം വാക്യവും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകാൻ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. 25-ാം വാക്യം, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് മരിച്ചവർക്ക് കുറെ കാലം കൂടെ ജീവിച്ചിരിക്കത്തക്കവണ്ണം അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ യേശു പറയുന്നത് അന്ത്യകാലത്ത് മരിച്ച സകലരെയും ഉയർപ്പിക്കുന്നത് താൻ തന്നെയാണെന്നാണ്, അല്ലെങ്കിൽ തൻ്റെ ശബ്ദമാണെന്നാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യന് വേണ്ടി നരകമേൽക്കാൻ തയ്യാറായി. അതാണ് മരിച്ചവർ ഉയർപ്പിക്കുവാൻ തനിക്കുള്ള യോഗ്യത. പിതാവായ ദൈവം മരിച്ചവർ ഉയർപ്പിക്കാൻ യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം യേശു മനുഷ്യന് വേണ്ടി നരകമേറ്റു. യേശു മനുഷ്യന് വേണ്ടി നരകം ഒരുക്കാൻ കുരിശിൽ യാഗമായപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു. വലിയ ഒരു ശബ്ദത്തോടു കൂടിയാണ് യേശു മരിക്കുന്നത്. ആ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു, മരിച്ച പലരും ഉയർത്തെഴുന്നേറ്റു. അതൊരു സാധനപാഠമാണ്. ഭൂമി കുലുങ്ങിയതും പാറ പിളർന്നതുമൊക്കെ, അതായത് പ്രകൃതി ശക്തികൾക്ക് സൃഷ്ടാവായ ദൈവം ഇതുപോലെ അകാരണമായി ശിക്ഷിക്കപ്പെടുന്നത് ആ സൃഷ്ടിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അർത്ഥം നമുക്കെടുക്കാം. മറ്റൊന്ന്, പുത്രൻ തമ്പുരാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ്. പിതാവായ ദൈവം പണ്ട് സീനായി മലയിൽ വെളിപ്പെട്ട സമയത്ത്, മോശയുടെ കാലത്ത്, അവിടെ ഈ ഇടിമിന്നലും കൂരിരുട്ടും വലിയ കാഹളനാദവും ഭൂമികൾക്കൊക്കെ ഉണ്ടായി. പുത്രൻ തമ്പുരാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന സമയത്തും അതുപോലെ ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറ തുറന്നു, മരിച്ച പലരും ഉയർത്തെഴുന്നേറ്റു. അത് ഒരു നിഴലുകൂടെയാണ്. എന്താണ് ഇതിൻ്റെ പൊരുള്? യേശു അന്ത്യ സമയത്ത് ആകാശത്തിലൂടെ ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ, മഹാകാഹളധ്വനിയോടുകൂടെ, ഗംഭീരനാദത്തോടുകൂടെ മടങ്ങി വരുമ്പോൾ വീണ്ടും കല്ലറ തുറക്കപ്പെടും. നമ്മൾ 25-ാം വാക്യത്തിൽ വായിച്ചത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകൾ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ മാത്രമല്ല യേശുവിന് ശബ്ദം കേൾക്കുന്നത്, അല്ലാത്തവരും കേൾക്കും. ഇന്ന് ദൈവദാസന്മാർക്ക് കവലകളിലൊക്കെ നിന്നുകൊണ്ട് യേശു വരാറായി, യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂമി വന്ന് നരകമേറ്റു, യേശു ഉയർത്തു ജീവിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ആ യേശുവിനെ കൈക്കൊണ്ട നരകവിധി മാറും എന്നൊക്കെ പറയുന്നത് വളരെ പുച്ഛത്തോടെയാണ് ആളുകൾ കേൾക്കുന്നത്. പലരും കേൾക്കാറില്ല. കേൾക്കുന്നെങ്കിൽ തന്നെ ഇവന്മാരെന്താ ഈ മണ്ടത്തരം പറയുന്നത്, ഇതുവല്ലോ നടക്കാൻ പോകുന്നോ എന്നാണ് ചോദിക്കുന്നത്. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരിക്കൽ വരും, ഒരു കന്യകയുടെ ഗർഭാശയത്തിലേക്ക് വരും, ബേത്ലഹേമിൽ അവിടുന്ന് പൂജാതനാകും എന്ന് പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് വന്നു. യേശു മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഞാൻ കല്ലറയിലേക്ക് പോകുന്നു, 3-ാം നാൾ അവിടുന്ന് ഞാൻ മടങ്ങി വരും. ആ യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, അവിടുന്ന് ഞാൻ വരും. അപ്പോൾ ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് വന്നു, കല്ലറയിൽ നിന്ന് പുറത്തു വന്നു, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. ആ യേശു
പറയുകയാണ് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലോജിക്കുണ്ട്. കാരണം ഈ 3 കാര്യം യേശു പറഞ്ഞത് സംഭവിച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരിക്കൽ വരുമെന്ന് പറഞ്ഞു, മനുഷ്യനായി പിറന്നു വീഴുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. കല്ലറയിൽ നിന്ന് ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. പിന്നെ ഭൂമിയിൽ നിന്ന് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു സ്വർഗാരോഹണം ചെയ്തു. ആ യേശുവാണ് പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഞാൻ വീണ്ടും വരും. ഇത് ദൈവദാസമോ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന ആളുകൾ പറഞ്ഞ് ഇതൊക്കെ വെറും മണ്ടത്തരമാണ്, ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്കിത് കേൾക്കാൻ മനസ്സില്ല. എന്നാൽ ഒരിക്കൽ യേശുവിൻ്റെ ശബ്ദം അവർ കേൾക്കും. മരണശേഷം യേശുവിൻ്റെ വീണ്ടും വരവിങ്കൽ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ അവരത് കേൾക്കും. അവരത് കേട്ടിട്ട് ആദ്യം ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. അവർ യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നാൽ പിന്നീട് ഒരു സമയത്താണ് ഈ രക്ഷിക്കപ്പെടാത്ത ആളുകൾ, യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്. മനുഷ്യൻ മരിച്ചാൽ മരണത്തോടെ എല്ലാം തീരുകയാണെന്നും ആത്മാവുണ്ടെന്നും മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നും സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്യാനും ഭയപ്പെടുത്താനും വേണ്ടി ഒന്ന് വരട്ടാൻ വേണ്ടി പറയുന്നതാണെന്നാണ് പലരും പറയുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. ചുമ്മാ ഒന്ന് വരട്ടാൻ വേണ്ടിയാണ്, മരണത്തോടെ എല്ലാം തീരുകയാണെന്നാണ് പറയുന്നത്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജാതികളുടെയും കാര്യം അങ്ങനെയായിരിക്കാം, അങ്ങനെയാണ്. എന്നാൽ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ് തൻ്റെ ആത്മാവിനെ നൽകി സൃഷ്ടിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ അംശം മനുഷ്യനിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മരണത്തോടെ അവൻ കഥാവശേഷനാകുന്നില്ല. മറ്റൊരു സ്ഥലത്തേക്ക് അവൻ്റെ ആത്മാവ് മാറുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ചിത്രശലഭത്തിന് അതാദ്യം ഒരു മുട്ടയാണ്, പിന്നെ അതൊരു പുഴുവാകുന്നു, പിന്നെ പ്യൂപ്പദശയിൽ സമാധി ദശയിൽ കഴിയുന്നു. അതിനുശേഷം അത് ചിത്രശലഭമായി ചിറകടിച്ച് പറക്കുന്നത് പോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കൊരു മെറ്റാമോർഫസിസ്, അവർക്ക് ഇതുപോലുള്ള ഒരു രൂപാന്തരം ഉണ്ടാകും എന്ന് ബൈബിൾ പറയുമ്പോൾ, ചിത്രശലഭത്തിൻ്റെ കാര്യം ശരിയാണ്, പക്ഷേ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ലെന്നാണ് ബുദ്ധിമാന്മാരായ ആളുകൾ പറയുന്നത്. പക്ഷേ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, യേശുവിൻ്റെ ശബ്ദം കേൾക്കും. യേശുവിൻ്റെ വിളിയിൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തും. അവർ അന്ന് സമ്മതിക്കും ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനു മുൻപ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും പാപമോചനവും ശാപവും, പാപമോചനം ഉണ്ടാകും, ശാപം മാറാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ദൈവം നമുക്ക് കൂട്ടാളിയായി തീരും, ഇഹലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും. യേശു പറയുകയാണ്, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം മരണം കൊണ്ട് തീരുന്നില്ല. യേശു അത് തെളിയിച്ചു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നു. അത് ബൈബിളിൽ ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇത് ബെസ്റ്റ് സെല്ലറായ ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നു. മനുഷ്യര് ചരിത്രവും ഭൂമിശാസ്ത്രവും സയൻസും കമ്പ്യൂട്ടറും ഇതെല്ലാം പഠിക്കണം. പക്ഷേ ഏറ്റവും അധികമായി പഠിക്കേണ്ടത് ബൈബിളാണ്, ദൈവവചനമാണ്. മനുഷ്യന്റെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്, ആത്മാവിനെക്കുറിച്ചാണ്. അതിനുള്ള വിവേകവും ബുദ്ധിയും ദൈവം നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.